വടകരയിൽ പോര് മുറുകുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് വലത് മുന്നണികൾ പോരടിക്കുമ്പോൾ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് BJP. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മണ്ഡലത്തിലെ ചിത്രം പ്രവചനാതീതമാവുകയാണ്. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് വടകര മണ്ഡലം. പ്രചാരണം കൊഴുക്കുകയാണ്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് വലത് മുന്നണികൾ എത്തുമ്പോൾ NDA സ്ഥാനാർത്ഥിക്ക് ഉയർത്തിക്കാട്ടാനുള്ളത് വികസന അജണ്ടകൾ തന്നെയാണ്. വിവരങ്ങൾ: കോഴിക്കോട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. പരമ്പരാഗതമായി വടകര പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷത്തിന് കൂടിയാണെങ്കിലും പക്ഷേ കഴിഞ്ഞ 3 തവണകളായി, അതായത് 15 വർഷമായി UDF ഈ ഒരു സീറ്റ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ K മുരളീധരനാണ് UDFന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ പക്ഷേ ഏത് വിധേനയും തങ്ങളുടെ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് KK ശൈലജയാണ്. ഈ കോൺഗ്രസിന്റെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. എന്തായാലും ഈ ഇടത് വലത് കോട്ടകളിൽ ഒരു വിള്ളൽ വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കരുത്തനായിട്ടുള്ള യുവ സ്ഥാനാർത്ഥിയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രഫുൽ കൃഷ്ണ, യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് പ്രഫുൽ കൃഷ്ണ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ഒരു കഥ വഴിമാറുന്ന സാഹചര്യം തന്നെ നമുക്ക് വടകരയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്നു ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും പോലീസിനും അടക്കം പരാതികൾ നൽകിയിരുന്നു. അതായത് തനിക്കെതിരെ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു, ഈ ശബ്ദം എഡിറ്റ് ചെയ്തുകൊണ്ട് ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നു, ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അശ്ലീല ചുവയോടെ പ്രചരിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളുമായാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ, മുസ്ലിം ലീഗിന്റെ ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്നാൽ ഇതൊന്നും തന്റെ അറിവോടെയല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നടത്തിയത്. അതായത് ഔദ്യോഗികമായി താനോ തനിക്ക് ബന്ധമുള്ളവരുമായി ഈ വിഷയങ്ങൾക്കൊന്നും ബന്ധമില്ല എന്ന് ഷാഫി പറമ്പ് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കഴിഞ്ഞ ദിവസം UDFന്റെ MLA വടകര MLA KK രമയും ഉമാ തോമസും അടങ്ങുന്ന 2 MLAമാർ, UDFന്റെ MLAമാർ ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരുന്നു. അതായത് ഈ വിഷയം, അതായത് ഇത്തരത്തിൽ സൈബർ ഇടങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്നത് തീർച്ചയായിട്ടും യോജിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ UDFന് ഇതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ള വിശദീകരണമായി 2 MLAമാർ എത്തിയിരുന്നു. എന്തായാലും പ്രചാരണം കൊഴുക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് വടകര മേഖലയിൽ വോട്ടെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ടെന്നുള്ള ഒരു ആരോപണമായി ഷാഫി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അത് ഹൈക്കോടതി അടക്കം ഹർജിയിൽ സമീപിച്ചിരിക്കുകയാണ് ഷാഫി. ഈ വടകര മേഖലയിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള കള്ളവോട്ടുകൾക്ക് സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടി ഓരോ ബൂത്തുകളിലും കേന്ദ്രസേനയെ വിന്യസിക്കണം എന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് വലത് മുന്നണികൾ രംഗം കൊഴുപ്പിക്കുന്നുണ്ട്. എന്തായാലും ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചാരണം രംഗം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ രൂക്ഷമായി തന്നെ ഇന്നലെ രാജ്നാഥ് സിംഗ് വിമർശിച്ചിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരണായുധം. മോദി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ, അമൃത് പദ്ധതി, റെയിൽവേ സ്റ്റേഷൻ നവീകരണങ്ങൾ തുടങ്ങി വടകര പാർലമെന്റ് മണ്ഡലത്തിലും മോദി നടപ്പിലാക്കിയ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് BJP എന്തായാലും വോട്ട് ചോദിക്കുന്നത്. ഇത്തരത്തിൽ മോദിയുടെ ഗ്യാരണ്ടി വോട്ടായി മാറുകയാണെങ്കിൽ വടകരയിൽ അത്ഭുതം പ്രതീക്ഷിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP ക്യാമ്പ്. രോഹിണി, അനന്ത്, ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് വടകരയിൽ. ഇതിനിടയിലാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടത് വലത് മുന്നണി പ്രവർത്തകരെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് നേരിട്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു. എന്ന് മാത്രമല്ല, അവർ നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിലുള്ള ഒരു ദുഃഖവും അവർ പറയുകയുണ്ടായി. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി സർക്കാർ തന്നെ ഇടത് സ്ഥാനാർത്ഥിയുടെ പരാതികൾ ചെവിക്കൊണ്ടില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയതാണ്. അതിന് പിന്നിലെ രാഷ്ട്രീയ കളികൾ കൂടി വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ. തീർച്ചയായും ലക്ഷ്മി, ആദ്യഘട്ടത്തിൽ പോലീസിനും മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും എല്ലാം ഇത്തരത്തിൽ പരാതി കൊടുത്തിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു അറിവാണ് നമുക്ക് എന്തായാലും ലഭിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഒരു വിഭാഗം, അതായത് ഇടതുപക്ഷം ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്ന നിലപാടാണ് വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുണ്ടാവുന്നത്. ആ തലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വടകരയുടെ ചിത്രം ഇപ്പോഴും തെളിയുന്നില്ല. അതായത് ആർക്ക് മുൻതൂക്കം എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോഴും
ഉത്തരം കിട്ടാതെ തന്നെയാണ് വടകരയിലെ പൊതുവെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനിടയിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യവുമായി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ പ്രചാരണവും ഒരു വഴിക്ക് എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിന്റെ ചിത്രം തീർച്ചയായും വോട്ട് എണ്ണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ, അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. താമര വിരിയുമോ, ഇനി കൈപ്പത്തി തുടരുമോ, അരിവാൾ പിടിച്ചെടുക്കുമോ എന്നുള്ള കാര്യം തീർച്ചയായും നമുക്ക് ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. രോഹിണി. ശരി ആനന്ദ്. വടകരയിൽ പോര് മുറുകുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് വലത് മുന്നണികൾ പോരടിക്കുമ്പോൾ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് BJP. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മണ്ഡലത്തിലെ ചിത്രം പ്രവചനാതീതമായി മാറുകയാണ്. ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.